നമസ്കാരം. അപ്പോൾ കുറച്ച് കൃഷിയുടെ കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു തരാൻ, പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഇന്നൊരു വീഡിയോ എടുത്തതാണേ. അപ്പം ഇപ്പം ഈ കാണുന്നത് തണ്ണിമത്തനാണ് ഇപ്പം കണ്ട കേട്ടോ. ഇത് ചോളത്തിൻ്റെ ഒരു തടയാണ്. കുറച്ച് ചോളം നട്ടിട്ടുണ്ട് അതിനകത്ത്. അത് ഇന്നലെ കൊണ്ടിട്ടതേ ഉള്ളൂ. പിന്നെ കുറച്ച് വളർന്നതാണ്, ഇതെല്ലാം കുറച്ച് വളർന്നതാണേ. ഞങ്ങൾ ഇടുക്കിയിലൊരു ട്രിപ്പിന് പോയപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരി അവിടെ നിന്ന് തന്നതാണ്, ഒരു ഫാമിലി. അവർ നട്ടതിൻ്റെ ബാലൻസ് അവിടെ വെച്ചിരുന്നത് നട്ടതാണ്. കിളിർക്കുമെന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ നട്ടതാണേ. അപ്പോൾ ഇത്രയായി, വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തടമൊക്കെ എടുത്ത് നല്ല വൃത്തിയായി ഇട്ടിട്ടുണ്ട്. എന്താ നല്ല രസമല്ലേ? ഇത്തിരി ഉണ്ട്, അപ്പുറത്തെ തടയിലുണ്ട്. ഒരു 2-3 തടയായിട്ട് ഇട്ടേക്കുന്നേ. പിന്നെ കുറച്ച് ഇടവേളയായിട്ട് കുറച്ച് എന്താ പറയുക, ചീര, വഴുതന അങ്ങനെയുള്ളതൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോളമാണ് കണ്ടോ. ഇത്രയും വളർന്നു. ഇനി കായ ഉണ്ടാവുമോയെന്ന് കണ്ടറിയണം, അറിയില്ല. നമ്മൾ നട്ട് ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. നേരത്തെ ഇവിടെ ഞങ്ങൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പ നടുമ്പോൾ എലി കൊണ്ടുപോവാം, നമുക്ക് ഒരെണ്ണം പോലും കിട്ടാറില്ല. അപ്പം ഒത്തിരി സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം ആ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതേപോലെയൊക്കെ നട്ടതാണ്. പിന്നെ കുറച്ച് ചെടിയുണ്ട് ഇടയ്ക്ക്, മറ്റേ ബന്ധിത്തൈ പോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക്. അത് ബാക്കി കുറച്ച് ഇതായതേ ഉള്ളൂ. പിന്നെ എന്താ പറയുന്നത്, ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ കാന്താരിക്കൊല്ലയൊക്കെ നട്ടിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം റെഡി ആകുന്നുള്ളൂ. വെള്ളത്തിൻ്റെ ഈ ചൂട് കൂടുതലായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കുറേയൊക്കെ ഉണങ്ങിപ്പോയി. അതിൻ്റെ ബാലൻസാണ് ഈ നിൽക്കുന്നതെല്ലാം. ചീരയെല്ലാം ഇട്ടതെല്ലാം കുറേയൊക്കെ പോയി, ഉണങ്ങി എങ്ങനെയൊക്കെയോ പോയി. ഒന്നത് ഈ എലിയുടെ ശല്യം ഉള്ളത് കൊണ്ട് എല്ലാം വന്ന് മാന്തി വെക്കും, അവിടെ ഇവിടെ എല്ലാം കുഴിയൊക്കെ ആക്കി വെക്കുവാണ്. അപ്പം ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ രാവിലെ ഒരു ചക്ക കിട്ടിയതാണ്. പിന്നെ ഇത് നേരത്തെ ഞങ്ങൾ നട്ടിരുന്ന ചെടിയാണ്, ചെടി കാര്യങ്ങളൊക്കെയാണ്. ഇത് പച്ചമുളക്, അത് കുഞ്ഞായിരുന്നു, ഉണങ്ങിപ്പോയതാണ്. ഞാൻ പിന്നെ ഉള്ളിത്തൊലിയും മുട്ടയുടെ അതെല്ലാം ഇട്ട് വളമൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കി നിർത്തേക്കുക. പിന്നെ അതിനോട് ചേർന്നൊരു തുളസി. പിന്നെ